സോ നമുക്ക് രണ്ടാമത്തെ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിയിൽ ആദ്യത്തെ ചോദ്യം ഇതാ. മഴത്തുള്ളി കിലുക്കം എന്ന സിനിമയിൽ സോളമനെ പറ്റിക്കാനായി സോഫിയ എന്ത് കട്ട്ലറ്റാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്? എ ചിക്കൻ, ബി പൂച്ച, സി പാമ്പ്. 20 സെക്കൻഡാണ്. ടൈം സ്റ്റാർട്ട്സ് നൗ. രഞ്ജന ചേച്ചി പൂച്ചയല്ലേ? പൂച്ചയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിനെ എതിർക്കാൻ നിൽക്കുന്നില്ല. കറക്റ്റ് ആയിരിക്കും. റിൻസിക്ക് തോന്നിയത് കറക്റ്റ് ആണെന്ന് എനിക്കും തോന്നുന്നു. പൂച്ചയെ ലോക്ക് ചെയ്യാം. നമുക്ക് പൂച്ച ലോക്ക് ചെയ്യാം. ലോക്കില്ല, എടുത്തിട്ട് പൂട്ടാം. പൂച്ച എടുത്തിട്ട് പൂട്ടാണ്. രഞ്ജനിയുടെ വീട്ടിൽ പൂച്ച ഉണ്ടോ? ഇല്ല സർ. ഇല്ല. അല്ല, ഒന്നിനെ വളർത്തുന്നില്ലേ? പട്ടിയും പൂച്ചയൊന്നുമില്ല? ഇല്ല, എനിക്കൊരു പട്ടിക്കുട്ടിയെ വളർത്തണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഉള്ള ഇത് നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ഈ പട്ടിക്കുട്ടിയെ വളർത്തി അല്ലെ മേടിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പ്രോഗ്രാമിന് പോയി കഴിയുമ്പോ പിന്നെ അമ്മ നോക്കണം. എന്റെ അടുത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നീ സ്വന്തമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. ഇത് തന്നെയാണ് എന്റെ അവസ്ഥ. കാരണം എനിക്കൊരു ഒരു ഡോഗിനെ വളർത്താൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിന് വലിയ മഹാഭാവമാണ് കൊണ്ടിട്ടിട്ട് കുളിപ്പിക്കാനും അതിന് ഫീഡ് ചെയ്യാനും ഒക്കെ. കാരണം ഞാൻ ട്രിവാൻഡ്രം എറണാകുളമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലാണ്. അപ്പം പ്രശ്നമാണ്. അപ്പോൾ പൂച്ചയാണ് എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. രഞ്ജിനി സഹായിച്ചിട്ടുണ്ട് പൂച്ചയെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഉത്തരം ശരിയായിരിക്കണം അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്, യുവർ ആൻസർ ഈസ് കറക്റ്റ്. പൂച്ച ശരി ഉത്തരവാണ്. ഇനി നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് കേൾക്കേണ്ട ഒരു കാര്യമാണ് രഞ്ജിനിയുടെ ഒരു 4 വരി പാട്ട്. ദൂരെ മാമരക്കൊമ്പിൽ ഒരു താരാജാലക കൂട്ടിൽ ഏതോ കാർത്തിക നാളിൽ മലർപ്പൂക്കും പൗർണമി വാവിൽ മഴവിൽ മംഗളശ്രീ പോലെ ഒരു തൂവൽ പൈകിളി ചേരി രാഗസുമംഗലിയാ ദേവമനോഹരിയാ. അപ്പോൾ രഞ്ജിനി, താങ്ക് യു സോ മച്ച്. കാരണം ഈ പാട്ട് എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. കാരണം ഇത് കവർ ചെയ്ത് പാടി ഞാൻ അതും കേട്ട് എനിക്ക് അതും വളരെ ഇഷ്ടപ്പെട്ടു. ബ്യൂട്ടിഫുൾ. കാരണം എനിക്ക് തോന്നുന്നു രഞ്ജിനി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു എന്നൊരു അല്ല, എനിക്ക് ഇപ്പൊ പാടി കേൾക്കുമ്പോഴത്തേക്ക് ഒരു നല്ല ഇമ്പ്രൂവ്മെന്റ് ലെവലിലോട്ട് വന്നിരിക്കുന്നു. കാരണം ഒരു പക്ഷേ ഈ പ്രാക്ടീസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് എപ്പോഴും റിൻസി ഒരു കാര്യം മനസ്സിലാക്കേണ്ട, എക്കണോമിക്സ് മാത്രം പഠിച്ചാൽ പോരാ കേട്ടോ, സംഗീതവും പഠിക്കണം. ഡാൻസ് അറിയോ? കളിക്കാറുണ്ട്, ചെറിയ പ്രായത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഡാൻസ് ചെയ്യാൻ ഫ്ലോർ ഉണ്ട്, വേണോ? വേണ്ട. സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം. സോളമൻ കോളേജിൽ നാടകം കളിക്കുന്നത് എന്തിനെതിരെയാണ്? എ ക്യാമ്പസ് രാഷ്ട്രീയത്തിനെതിരെ, ബി ഫീസ് വർധനയ്ക്കെതിരെ, സി അധ്യാപകർക്കെതിരെ. ചോദിക്കാം, രഞ്ജിനിയോട് വേണേ ചോദിക്കാം. രഞ്ജിനി ചേച്ചി അറിയാമോ? എനിക്കറിയാം, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എനിക്ക് ഫീസ് വർധനയാണ് എന്റെ മനസ്സില്. ആണോ? അല്ലേ? സമയം പോണു. എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് തോന്നുന്നത് എന്താന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ക്യാമ്പസ് രാഷ്ട്രീയത്തിനെതിരെയാണെന്നാണ് എന്റെ ഒരു സജഷൻ. റിൻസിക്ക് ഇഷ്ടമുള്ളത് റിൻസിക്ക് തിരഞ്ഞെടുക്കാം. അല്ലേ സാർ? അങ്ങനെയല്ലേ വേണ്ടത്? റിൻസി എന്ന് പറഞ്ഞ റിൻസി ഇപ്പൊ കല്യാണം കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക. അയ്യോ അല്ല, അപ്പൊ എന്തായാലും വലിയൊരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് ഇതൊരു ചെറിയ തീരുമാനം. കാരണം റെഡി ആയിട്ട് നിൽക്കുകയാണ്. കാരണം പത്തനംതിട്ടയാണ്. കാരണം ഇത് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പാട്ട് പാടും, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാം, എന്ന് ഡാൻസ് ചെയ്യും. ഇങ്ങനൊരു കൊച്ചിനെ നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. വേഗം നിങ്ങൾക്ക് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ റിൻസിയുടെ നമ്പർ അമൃതയെ ചോദിച്ചാൽ മതി, കിട്ടും.
ഇതിൽ കൂടുതൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും കൺഗ്രാചുലേഷൻസ് റിൻസി, കല്യാണമൊക്കെ അല്ലേ? അയ്യോ ഇല്ല, ചുമ്മാ പറഞ്ഞതാ സാറേ, ഞാൻ കല്യാണം ആയിട്ടില്ല. കല്യാണം ആയിട്ടില്ല, വെറുതെ പറഞ്ഞതാണോ? അതെ, ഞാൻ കൊച്ചുകുട്ടിയാ. ഇതൊന്ന് കുട്ടിയാണ്. ഇതൊന്ന് ഇട്ട് കൊടുത്തതാ, കേറി ഏക്കട്ടെ. ഇല്ല. അതെ അതെ. അപ്പോ ക്യാമ്പസ് രാഷ്ട്രീയത്തിനെതിരെയാണ് രഞ്ജിനി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെടുത്തിട്ട് നമുക്ക് പൂട്ടാം. പക്ഷെ ഫീസ് വർധനയ്ക്കെതിരെ ആണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ രഞ്ജിനി ചേച്ചിയുടെ കൂടെ പോവാ. രഞ്ജിനി ചേച്ചിയുടെ കൂടെ പോണോ? അല്ല, നമുക്ക് പൂട്ടാം. രഞ്ജിനി ചേച്ചി പറഞ്ഞ ആൻസറിനോട് നമുക്ക് പൂട്ടാം. രഞ്ജിനി പറഞ്ഞ ആൻസർ ക്യാമ്പസ് രാഷ്ട്രീയത്തിനെതിരെയാണ്, അത് തെറ്റാണ്. സാരമില്ല, കാരണം ഇനിയുണ്ട് 2 ചോദ്യം കൂടെ. അപ്പം ശരി ഉത്തരം ഓപ്ഷൻ എ, ക്യാമ്പസ് രാഷ്ട്രീയത്തിന് എതിരെ. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ വരെ പേടിച്ചു. എന്നെ ആ സ്ക്രീനിൽ കാണുമ്പോ കാണാം എന്റെ മുഖത്ത് ഇങ്ങനെ വിളറിയിരിക്കുന്നു.